നമസ്കാരം. ആപ്റ്റിക്സിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കഥകളി പ്രസ്ഥാനത്തെക്കുറിച്ചാണ്. കേരളീയർക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു പുരാതന കലാരൂപമാണ് കഥകളി. അതിനെക്കുറിച്ച് വലിയ വിവരണങ്ങളൊന്നും വേണ്ട എന്ന് അറിയാം. എന്നാൽ കഥകളിയിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഥകളി എന്താണെന്ന് വെച്ചാൽ ഒരു കഥ കളിച്ചു കാണിക്കുന്നതിനെ കഥകളി എന്ന് പറയുന്നു. ഒരു കഥ കളിച്ചു കാണിക്കുന്നതിനാണ് കഥകളി എന്ന് പറയുന്നത്. അതുപോലെ കഥകളിയിലെ നടന്മാര് സംസാരിക്കുകയോ പാടുകയോ ചെയ്യില്ല. അവര് ആംഗ്യരൂപത്തിലും കൈമുദ്രകളിലൂടെയും മുഖഭാവങ്ങളിലൂടെയാണ് തങ്ങളുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. നടന്മാര് സംസാരിക്കുകയോ പാടുകയോ ചെയ്യില്ല. അവര് തങ്ങളുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ആംഗ്യരൂപങ്ങളിലൂടെയും കൈമുദ്രകളിലൂടെയും മുഖഭാവങ്ങളിലൂടെയുമൊക്കെ ആണ്. അതേപോലെ തന്നെ കേരളത്തിലെ പുരാതനമായ ഒരു ദൃശ്യ കലാരൂപമാണ് കഥകളി എന്ന് നേരത്തെ പറഞ്ഞതാണ്. കഥകളി ഒരു പുരാതനമായ ദൃശ്യ കലാരൂപമാണ്. ഇതിൻ്റെ സാഹിത്യരൂപം ആട്ടക്കഥാ സാഹിത്യമാണ്. നൃത്യ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കലാരൂപം കൂടിയാണ് കഥകളി. കഥകളി കേരളത്തിലെ ഒരു ദൃശ്യകലാരൂപമാണ്, പുരാതനമായ ദൃശ്യകലാരൂപമാണ്. ആട്ടക്കഥയാണ് ഇതിൻ്റെ സാഹിത്യരൂപം. അതുപോലെ ഒരു നൃത്യ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കലാരൂപം കൂടിയാണ് കഥകളി. രാമനാട്ടമാണ് കഥകളിയുടെ പൂർവ്വരൂപം. കൊട്ടാരക്കര തമ്പുരാനാണ് ഈ രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ്. കഥകളിയുടെ പൂർവ്വരൂപം രാമനാട്ടമാണ്. കൊട്ടാരക്കര തമ്പുരാനാണ് രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ്. കഥകളിയുടെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാല് കഥകളിയിൽ അഭിനയം, സംഗീതം, നൃത്തം, വാദ്യങ്ങള്, ചിത്രശില്പങ്ങള് എന്നിങ്ങനെയുള്ള കലാരൂപങ്ങളെല്ലാം ഒത്തിണങ്ങിയ ഒരു കലാരൂപമാണ് കഥകളി എന്ന് പറയാം. കഥകളിയിൽ അഭിനയമുണ്ട്, നൃത്തമുണ്ട്, സംഗീതമുണ്ട്, വാദ്യങ്ങളുണ്ട്, ചിത്രശില്പങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള കലാരൂപങ്ങൾ സുന്ദരമായ മറ്റു കലകളും ഒത്തിണങ്ങിയ ഒരു കലാരൂപം കൂടിയാണ് കഥകളി. അതുപോലെ കഥകളിയിൽ അഭിനയിക്കുന്ന നടന്മാര് മുദ്രാഭിനയത്തിന് വേണ്ടിയിട്ട് അവലംബമാക്കുന്ന ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക. ഹസ്തലക്ഷണ ദീപിക എന്ന ഗ്രന്ഥം നടന്മാര് മുദ്രാഭിനയത്തിന് വേണ്ടിയിട്ട് അവലംബമാക്കുന്ന ഗ്രന്ഥമാണ്. അതേപോലെ കഥകളിയിൽ കണ്ടുവരുന്ന വാദ്യോപകരണങ്ങള് ശുദ്ധമദ്ദളം, ചേങ്ങില, ഇലത്താളം, ചെണ്ട എന്നിവയൊക്കെയാണ്. ചെണ്ട, ചേങ്ങില, ഇലത്താളം, ശുദ്ധമദ്ദളം എന്നീ വാദ്യോപകരണങ്ങളാണ് കഥകളിയിൽ പൊതുവെ ഉപയോഗിച്ച് കാണുന്ന വാദ്യോപകരണങ്ങൾ. എന്നാൽ ചെണ്ടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ചെണ്ട കഥകളിയിലെ കേളിക്കായ്ക്ക് മാത്രം ഉപയോഗിക്കുന്നതും മറ്റു ചടങ്ങുകൾക്ക് ഉപയോഗിക്കാത്തതുമായ വാദ്യോപകരണമാണ്. കഥകളിയിലെ കേളിക്കായ്ക്ക് ഉപയോഗിക്കുന്നതോ മറ്റു ചടങ്ങുകൾക്ക് ഉപയോഗിക്കാത്തതുമായ ഒരു വാദ്യോപകരണമാണ് ചെണ്ട. അതുപോലെ അരങ്ങുകേളി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, കേട്ടു പരിചയമുള്ളതായിരിക്കും എല്ലാവർക്കും. അരങ്ങുകേളി എന്താന്ന് വെച്ചാല് കേളിക്കൈ, ഗണപതിക്കൊട്ട്, ശുദ്ധമദ്ദളം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മേളത്തിന് പൊതുവെ പറയുന്ന പേരാണ് അരങ്ങുകേളി. കേളിക്കൈ, ഗണപതിക്കെട്ട്, ശുദ്ധമദ്ദളം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മേളത്തിന് പറയുന്നതാണ് അരങ്ങുകേളി. അതേപോലെ കേളിക്കൊട്ട് എന്താണെന്ന് വെച്ചാല് കഥകളി നടക്കുന്നതിന് മുമ്പ് ഇന്ന ദിവസം കഥകളി നടക്കുന്നു എന്ന്
പ്രേക്ഷകരെ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു പരസ്യം പോലെ ഇന്ന ദിവസത്തേക്ക് കഥകളി ഉണ്ട് എന്ന് ഒരു മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രാരംഭഘട്ടമാണ് കഥകളിയുടെ പ്രാരംഭഘട്ടമാണ് കേളികൊട്ട് എന്ന് പറയുന്നത്. ഇന്ന ദിവസം കഥകളി ഉണ്ടെന്ന കാര്യം ജനങ്ങളെ അറിയിക്കുന്ന കഥകളിയുടെ പ്രാരംഭഘട്ടത്തെയാണ് കേളികൊട്ട് എന്ന് പറയുന്നത്. കേളികൊട്ട് പോലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് തോടയം. കഥകളിയിൽ തോടയം എന്നൊരു ചടങ്ങ് കൂടി ഉണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ കഥകളി തുടക്കം മുതൽ അവസാനം വരെ യാതൊരു പ്രശ്നങ്ങളും കൂടാതെ അവസാനിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന പ്രാർത്ഥനയാണ്, ഈശ്വര പ്രാർത്ഥനയാണ് തോടയം എന്ന് പറയുന്നത്. യാതൊരു നിർവിഘ്നങ്ങളും കൂടാതെ പരിസമാപ്തിയിലെത്തുന്നതിന് വേണ്ടിയിട്ട് കഥകളിയിൽ നടത്തുന്ന ഈശ്വര പ്രാർത്ഥനയെയാണ് തോടയം എന്ന് പറയുന്നത്. അതുപോലെ കഥകളിയിൽ നടന്മാര് സ്വന്തം മനോധർമ്മം അനുസരിച്ച് ആടുന്നതിനെ ഇളകിയാട്ടം എന്നും പറയുന്നു. ഇളകിയാട്ടം എന്നാൽ കഥകളിയിലെ നടന്മാർ മനോധർമ്മം അനുസരിച്ച് ആടുന്നതാണ് ഇളകിയാട്ടം. അതേപോലെ വെട്ടത്ത് രാജാവ് ആവിഷ്കരിച്ച ഒരു സമ്പ്രദായമാണ് കഥകളിയിലെ പാട്ടുകാരൻ പാടുകയും ആട്ടക്കാരൻ ആടുകയും ചെയ്യുന്നു എന്നത്. കഥകളിയിലെ പാട്ടുകാരൻ പാടുകയും ആട്ടക്കാരൻ ആടുകയും ചെയ്യുന്നു എന്ന സമ്പ്രദായം ആവിഷ്കരിച്ചത് വെട്ടത്ത് രാജാവാണ്. വെട്ടത്ത് നാട് രാജാവാണ് ഈ സമ്പ്രദായം ആവിഷ്കരിച്ചിട്ടുള്ളത്. അതുപോലെ കഥകളിയിലെ അഭിനയത്തെ 4 തിരിക്കുന്നുണ്ട്. ആംഗികം, വാചികം, സാത്വികം, ആഹാര്യം. ആംഗികം, വാചികം, സാത്വികം, ആഹാര്യം എന്നിങ്ങനെ കഥകളി ചതുർവിധാഭിനയങ്ങൾ എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ കഥകളിയുടെ സ്വഭാവ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ കഥകളിയിലെ വേഷത്തെ 3 തിരിക്കുന്നുണ്ട്. 3 വേഷങ്ങളായിട്ട് കഥകളിയിലെ നടന്മാരുടെയൊക്കെ അഭിനയിക്കുന്നവരുടെ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ന് വെച്ചാൽ കഥാപാത്രങ്ങളുടെ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ കഥകളിയെ 3 തിരിക്കാം. 1 സാത്വികം, 2 രാജസം, 3 താമസം. സാത്വികം, രാജസം, താമസം എന്നിങ്ങനെ 3 കഥാപാത്രങ്ങളുടെ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരിക്കുന്നുണ്ട്. സാത്വികം എന്ന് പറഞ്ഞാൽ സ്വൽപ്പ കഥാപാത്രങ്ങൾ, നല്ല കഥാപാത്രങ്ങൾ ആയിട്ടുള്ളവരെയാണ് സാത്വികം എന്ന ഗുണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാജസം എന്ന് വെച്ചാൽ രാജാക്കന്മാരായിട്ടുള്ള ദുഷ്ട കഥാപാത്രങ്ങളെയാണ് രാജസ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രാജസം ദുഷ്ട കഥാപാത്രങ്ങളായിട്ടുള്ള രാജാക്കന്മാര്, സാത്വിക നല്ല ഗുണങ്ങളുള്ള കഥാപാത്രങ്ങൾ. താമസം എന്ന് പറഞ്ഞാൽ ക്രൂരന്മാരായ എന്ന് വെച്ചാൽ രാക്ഷസന്മാര് തുടങ്ങിയിട്ടുള്ളവരൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു കൂട്ടത്തെയാണ് താമസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാജസം, സാത്വികം, താമസം എന്നിങ്ങനെ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ കഥകളിയിലെ വേഷത്തെ തരംതിരിക്കുന്നുണ്ട്. സാത്വികം, രാജസം, താമസം. സാത്വികം നല്ല ഗുണമുള്ളവര്, രാജസം രാജാക്കന്മാരായ ദുഷ്ടന്മാര്, താമസം ക്രൂരന്മാരായ വല്ലാത്ത ക്രൂരന്മാരായ കഥാപാത്രങ്ങൾ എന്ന് വെച്ചാൽ രാക്ഷസന്മാരെയൊക്കെ പെടുന്ന ആ ഒരു വിഭാഗത്തെ താമസമെന്നും തിരിച്ചിട്ടുണ്ട്. അതുപോലെ കഥകളിയിലെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം എന്ന് പറയുന്നത് കഥകളിയിലെ വേഷങ്ങളാണ്. വേഷങ്ങളെ 5 തിരിച്ചിട്ടുള്ളത്. പച്ച, കത്തി, താടി, കരി, മിനുക്ക്. പച്ച, കത്തി, താടി, കരി, മിനുക്ക് എന്നിങ്ങനെ കഥകളി വേഷങ്ങളെ 5 തിരിച്ചിട്ടുണ്ട്. പച്ച വേഷം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഗുണങ്ങളിലെ സാത്വിക ഗുണം, നല്ല ഗുണമുള്ള രാജാക്കന്മാർക്കും ദേവന്മാർക്കും മറ്റു നായകന്മാർക്കും നൽകുന്ന വേഷമാണ് പച്ച. പച്ചവേഷം കഥകളിയിലെ സാത്വിക ഗുണമുള്ള നല്ല ഗുണമുള്ള രാജാക്കന്മാർക്കും
ദേവന്മാർക്കും മറ്റു നായകന്മാർക്കും നൽകുന്ന വേഷമാണ് പച്ച. കത്തി ദുഷ്ടന്മാരെയാണ് പ്രതിനിധീകരിക്കുന്നത്. ദുഷ്ടന്മാരായ കഥാപാത്രങ്ങൾക്ക് നൽകുന്നതാണ് കത്തി. താടി 2 തരത്തിലുണ്ട്, ചുവന്ന താടിയും വെളുത്ത താടിയും. ചുവന്ന താടി ക്രൂരന്മാരായ രാക്ഷസന്മാരെയൊക്കെ പ്രതിനിധീകരിക്കുന്നതാണ്. വെളുത്ത താടി ഹനുമാനെ പ്രതിനിധീകരിക്കുന്നതാണ്. ചുവന്ന താടി ക്രൂരന്മാരായ രാക്ഷസന്മാരെയും വെളുത്ത താടി ഹനുമാനെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. മറ്റൊന്ന് കരിയാണ്. കരി രാക്ഷസിമാരെയാണ് പ്രതിനിധീകരിക്കുന്നത്. സ്ത്രീകളായ രാക്ഷസവർഗത്തിൽപ്പെടുന്നവരെയാണ് കരി വേഷം കൊണ്ട് പ്രതിനിധീകരിക്കുന്നത്. മിനുക്ക് സ്ത്രീകള്, ബ്രാഹ്മണന്മാര്, ഋഷിമാര് തുടങ്ങിയവർക്ക് നൽകുന്ന വേഷമാണ് മിനുക്ക്. മിനുക്ക് സ്ത്രീകള്, ബ്രാഹ്മണന്മാര്, ഋഷിമാര് തുടങ്ങിയവർക്ക് നൽകുന്ന വേഷമാണ്. പച്ച, കത്തി, കരി, മിനുക്ക്, താടി എന്നിങ്ങനെ 5 വേഷങ്ങളാണ് കഥകളിയിലുള്ളത്. പച്ച സൽഗുണമുള്ള രാജാക്കന്മാർക്കും ദേവന്മാർക്കും മറ്റു കഥാപാത്രങ്ങൾക്കും നൽകുന്ന വേഷമാണ്. കത്തി ദുഷ്ടന്മാരായ കഥാപാത്രങ്ങൾക്ക് നൽകുന്നതാണ്. കരി രാക്ഷസികൾക്ക് നൽകുന്ന വേഷമാണ് കരി. താടി 2 വിധമുണ്ട്, ചുവന്ന താടിയും വെളുത്ത താടിയും. വെളുത്ത താടി ഹനുമാന്റെ വേഷവും ചുവന്ന താടി രാക്ഷസന്മാരുടെ വേഷവുമാണ്. പിന്നുള്ളത് മിനുക്കാണ്. മിനുക്ക് സ്ത്രീകള്, ബ്രാഹ്മണന്മാര്, ഋഷിമാര് തുടങ്ങിയവർക്ക് നൽകുന്ന വേഷമാണ് മിനുക്ക്. ഇത്രയൊക്കെയാണ് കഥകളിയെ കുറിച്ച് പ്രധാനമായിട്ടും ചർച്ച ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു, ഒരു കഥ കളിച്ച് കാണിക്കുന്നതിനെയാണ് കഥകളി എന്ന് പറയുന്നത്. ഇതിലെ നടന്മാര്, ഇതിൽ അഭിനയിക്കുന്നവര് സംസാരിക്കുകയോ പാടുകയോ ഒന്നും ചെയ്യുകയില്ല. പാടുകയോ സംസാരിക്കുകയും ചെയ്യുന്നതിന് പകരം അവര് ആംഗ്യരൂപത്തിലും അതേപോലെ കൈമുദ്രകളിലൂടെയും മുഖാഭിനയത്തിലൂടെയും കൂടിയാണ് തങ്ങളുടെ ആശയങ്ങള് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. അതേപോലെ തന്നെ ആട്ടക്കഥാ സാഹിത്യമാണ് കഥകളിയുടെ സാഹിത്യ രൂപം എന്ന് പറഞ്ഞു. പിന്നെ ഒന്ന് പറഞ്ഞത് പുരാതനമായ ഒരു ദൃശ്യ കലാരൂപമാണ് കഥകളി. ഇതൊരു നൃത്യ കലാരൂപം കൂടിയാണ്. കഥകളി നൃത്യ കലാരൂപമാണ്, പുരാതനമായ ഒരു ദൃശ്യ കലാരൂപവുമാണ്. പിന്നെ നമ്മൾ പറഞ്ഞു വെച്ചത് കഥകളിയില് അരങ്ങുകേളി, തോടയം, ഇളകിയാട്ടം, കേളികൊട്ട് എന്നിങ്ങനെയുള്ള ചടങ്ങുകളുണ്ട് എന്നുള്ളതാണ്. അരങ്ങുകേളി എന്ന് പറയുന്നത് കേളിക്കായ്, ഗണപതിക്കെട്ട്, അതുപോലെ ശുദ്ധമദ്ദളം തുടങ്ങിയ മേളത്തിന് ഒന്നിച്ചു പറയുന്ന പേരാണ് അരങ്ങുകേളി. കേളികൊട്ട് എന്ന് പറഞ്ഞാൽ ഇന്ന ദിവസം കഥകളി ഉണ്ടെന്ന് ജനങ്ങളെ അറിയിക്കുന്നതിനുള്ള കഥകളിയുടെ പ്രാരംഭഘട്ടമാണ് കേളികൊട്ട്. തോടയം എന്ന് പറഞ്ഞാൽ ഈശ്വര പ്രാർത്ഥനയാണ്. എന്ന് വെച്ചാൽ കഥകളി അവസാനം വരെ യാതൊരു പ്രശ്നങ്ങളും കൂടാതെ, യാതൊരു വിഘ്നങ്ങളും കൂടാതെ നടക്കാൻ വേണ്ടിയിട്ട് കഥകളിയുടെ ആദ്യത്തിൽ നടത്തുന്ന ഈശ്വര പ്രാർത്ഥനയാണ് തോടയം എന്ന് പറയുന്നത്. അതുപോലെ മനോധർമ്മം അനുസരിച്ച് നടന്മാരാടുന്നതിനെ ഇളകിയാട്ടം എന്നും പറയുന്നുണ്ട്. ഇതൊക്കെയാണ് കഥകളിയെ കുറിച്ചിട്ട് പ്രധാനമായിട്ടും ചർച്ച ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് കാണാം. നന്ദി.